നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SVT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ജനിച്ച് കഴിഞ്ഞിട്ട് 3 years വരെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ പാരൻസ് ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, ജനിച്ച് കഴിഞ്ഞ് 3 years വരെയുള്ള ആ ഒരു ക്രൂഷ്യൽ പീരീഡാണ് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എല്ലാം നടന്നു വരുന്ന സമയം. അപ്പോൾ പല രീതിയിലും നമ്മൾ പാരൻസ് അറിഞ്ഞും അറിയാതെയും കുറേയേറെ തെറ്റുകൾ സംഭവിക്കാറുണ്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ. അത് നമ്മൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ച് സംഭവിക്കുന്നതല്ല, നമ്മൾ അറിയാണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്തൊക്കെയാണ് അതിൽ വരുന്ന ഒരു കാര്യം എന്നുള്ളത്. നമുക്കറിയാം, ഒന്ന് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. ബ്രസ്റ്റ് ഫീഡിങ് 6 months വരെ നമുക്ക് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇടയ്ക്ക് വെള്ളം കൊടുക്കാവോ, അങ്ങനത്തെ കാര്യങ്ങൾ, എന്താ പറയുക, തേന് കൊടുക്കാവോ, ഇളം ചൂടുവെള്ളം കൊടുക്കാവോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ ഇപ്പോൾ WHO റൂൾ അനുസരിച്ച് നമ്മൾ പറയുന്നത് ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണ് 6 months വരെ. ഈവൻ ഫോർമുല കൊടുക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫോർമുല കൊടുക്കാവുന്നതാണ്. അല്ലാത്ത പ്രീലാക്ടൽ ഫ്ലൂയിഡ് ഒന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 6 monthsന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒന്നാണ് സെമി സോളിഡ് ഫുഡ്സ്. മിക്ക അമ്മമാരും സ്റ്റാർട്ട് ചെയ്യാൻ പേടിയുണ്ടാവും. കാരണം കുഞ്ഞുങ്ങൾ വൊമിറ്റ് ചെയ്യുമോ, ചോക്കിംഗ് ഉണ്ടാവോ എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് ചില ആൾക്കാർക്ക് പേടി കൊണ്ടിട്ട് അവർ കുറച്ച് 1-2 മാസം കൂടെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനിലായിരിക്കും ഇരിക്കുന്നത്. അത് തെറ്റായ ഒരു കാര്യം തന്നെയാണ്. കുഞ്ഞുങ്ങൾക്ക് 6 months ആയതിനു ശേഷം നമുക്ക് കൃത്യമായിട്ട് തന്നെ സെമി സോളിഡ് സ്റ്റാർട്ട് ചെയ്യുക. കുഞ്ഞുങ്ങളുടെ ചോക്കിങ്ങും ഈ പറയുന്ന വൊമിറ്റിംഗ് ടെൻഡൻസി എല്ലാം അവരുടെ ഡെവലപ്മെൻറ്റൽ പാർട്ട് ആണ്. സോ അത് നമ്മൾ പേടിക്കേണ്ടതായിട്ടില്ല. കൃത്യമായിട്ട് തന്നെ നമ്മൾ സെമി സോളിഡ് സ്റ്റാർട്ട് ചെയ്യുക. സെമി സോളിഡ് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ സോളിഡ് ഫുഡിലോട്ടും ഫിംഗർ ഫുഡ്സിലോട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. കാരണം 10-11 month ഒക്കെ ആവുന്ന സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ഫിംഗർ ഫുഡ്സ് കഴിക്കാവുന്ന സമയമാണ്. സോ ഫിംഗർ ഫുഡും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും മിക്സിയിൽ നമ്മൾ ഫുഡ് ഗ്രൈൻഡ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പാടില്ല. നമുക്ക് എല്ലാവർക്കും ഒരു കൺസേൺ ആണ്, കുഞ്ഞുങ്ങൾ ഒമിറ്റ് ചെയ്താലോ, അപ്പോൾ മിക്സിയിൽ അരച്ച് കൊടുക്കുമ്പോൾ അത് കുഞ്ഞുങ്ങൾ ഫുൾ കഴിക്കുമല്ലോ എന്നുള്ളൊരു. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ ചൂയിങ്ങിന് അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മിക്സിയിൽ അടിച്ച് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ സ്വോളോയിങ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ചൂയിങ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഒരു സോളിഡ് ടൈപ്പ് ഫുഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ശീലിപ്പിക്കണം. ഈ ഒരു ചൂയിങ് എന്തിൻ്റെ ആയിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്? ചൂയിങ് കൃത്യമായിട്ടാണെങ്കിൽ മാത്രമേ സ്പീച്ചിന് ആ ഒരു ക്ലാരിറ്റി കൂടുതൽ കിട്ടുകയുള്ളൂ. സ്പീച്ചിലെ അതായത് സ്പീച്ചിൽ നമുക്കറിയാം ഓരോ ആർട്ടിക്കുലേഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾ സംസാരിച്ച് വരണം എന്നുണ്ടെങ്കിൽ ചൂയിങ് പ്രോപ്പർ ആക്കണം. അത് പല ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. സോ ചൂയിങ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് സ്പീച്ച് ഡെവലപ്മെൻറ്റിൻ്റെ. സോ നിങ്ങൾ ഒരു കാരണവശാലും മിക്സിയിൽ അടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പാടില്ല. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നമ്മൾ കുഞ്ഞുനാൾ മുതൽ തന്നെ കുഞ്ഞുങ്ങളെ ഭയങ്കര അധികം പാമ്പേഴ്സ് ആയിരിക്കും, അല്ലെ പാമ്പറിങ് ആയിരിക്കും. അപ്പോൾ അവരെ നിലത്ത് വിടുകയില്ല, എപ്പോഴും എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ക്യാരക്ടറുള്ള പാരൻസും ഉണ്ട് അല്ലേ. കാരണം ഒറ്റ കുഞ്ഞൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഓവറായിട്ട് പാമ്പറിങ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ ഓവർ പാമ്പറിങ് കുഞ്ഞുങ്ങളോട് കാണിക്കാനായിട്ട് പാടില്ല. നമ്മൾ കൃത്യമായിട്ട് തന്നെ കുഞ്ഞുങ്ങളെ എക്സ്പോഷർ ചെയ്യണം. അതായത് നിലത്തൊക്കെ വിട്ട് ശീലിപ്പിക്കണം എന്നുള്ളതാണ്. കാലിൽ അഴുക്കാവും, അല്ലെങ്കിൽ അവിടെ തട്ടിയാൽ കുഞ്ഞിന് വേദനിക്കില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ മിക്കപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഗ്രൗണ്ട് എക്സ്പോഷർ കൊടുക്കാറില്ല. എപ്പോഴും ബെഡിൽ തന്നെ ആയിരിക്കും കുഞ്ഞുങ്ങളെ നമ്മൾ ഇരുത്തുകയും ഒക്കെ ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത്, കുഞ്ഞുങ്ങളെ ഡെവലപ്മെന്റ്സ് വളരാനുള്ള ചാൻസസ് അത് പല ഡെവലപ്മെന്റ് ഉണ്ട് ആ ഒരു ഗ്രോത്തിലെന്ന്, ഫിസിക്കൽ ഗ്രോത്തിലെന്ന് പറയുമ്പോൾ. അപ്പോൾ നിലത്ത് ഗ്രൗണ്ട് നമ്മൾ വിട്ടാൽ മാത്രമേ കുഞ്ഞുങ്ങളെ എഴയുകയുള്ളൂ, റോൾ ഓവർ ചെയ്യുകയുള്ളൂ, പിടിച്ചെണീറ്റ് നിൽക്കുകയുള്ളൂ, നടക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർ പാമ്പേർഡ് ആയിട്ട് കുഞ്ഞുങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കാനായിട്ട് പാടില്ല. കുഞ്ഞുങ്ങളെ നമ്മൾ നിലത്തും ഒക്കെ വിട്ട് ശീലിപ്പിക്കണം. പ്രധാനപ്പെട്ട കാര്യം ഇപ്പം എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ മന്തിലെയും ഉള്ള കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റ്സ്, ഈ ഡെവലപ്മെൻറ്റിൽ തന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ എല്ലാം വരുന്നുണ്ട്. സോഷ്യൽ, ഇമോഷണൽ, ഫിസിക്കൽ എല്ലാം ഗ്രോത്ത് ഓൾസോ വരുന്നുണ്ട്. ഈ ഒരു ഡെവലപ്മെൻറ്റ്സ് കൃത്യമായിട്ട് ഓരോ മന്തിലെയും കുഞ്ഞുങ്ങളെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അത് പ്രീ ടേം ആയിക്കോട്ടെ, ടേം ബേബി ആയിക്കോട്ടെ. ബട്ട് അതിൽ എന്തെങ്കിലും ഒരു ഡിലേ, സ്പീച്ച് ഓൾസോ ഇതിൽ ഇൻക്ലൂഡിങ് ആണ്, അതിലെന്തെങ്കിലും ഒരു ഡിലേ വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ള തെറാപ്പി അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ആ ഡിലേ എന്നുള്ളൊരു കാര്യം നമുക്ക് മാറ്റി നോർമൽ ഒരു ഹെൽത്തി ബേബിയായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. താങ്ക് യു.